നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായി. നസീബ് സുലൈമാനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 300 ഗ്രാം കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. ഇതിനു മുമ്പും 2 തവണ ഇയാൾ കഞ്ചാവ് കേസിൽ പിടിയിലായിരുന്നു. എക്സൈസ് അംഗമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാവുന്നത്. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥരെ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് സൂചന. മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ പേര് കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിലാണ് ജേക്കബ് തോമസിനെ പരിഗണിക്കുന്നത്. ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് KV തോമസ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. വേതനം അടക്കമുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുക. കേന്ദ്ര സർക്കാരിന്റെ അവശ്യ പ്രോജക്റ്റാണ് ആശാ പ്രോജക്റ്റ്. എന്നാൽ ഇവർക്ക് ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം മികച്ച കൂലിയും നൽകുന്നത് കേരളമാണെന്നാണ് KV തോമസ് പറഞ്ഞത്. 5 കിലോ കഞ്ചാവും 70 ഗ്രാം MDMAയും അടക്കം 3 പേരെ തൃശൂരിൽ അറസ്റ്റ് ചെയ്തു. വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി വിൽപ്പന. ഇതിന് ഉപയോഗിച്ചിരുന്ന ബൈക്കും തൂക്കി വിൽക്കാൻ ഉപയോഗിച്ച ത്രാസും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം. ബസ് തടഞ്ഞാണ് പ്രതിഷേധിക്കുന്നത്. തിരൂർ മഞ്ചേരി റൂട്ടിലോടുന്ന PTB ബസ് ജീവനക്കാരാണ് അബ്ദുൾ ലത്തീഫിനെ മർദ്ദിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ലത്തീഫിന് മർദ്ദനമേറ്റത്. ചികിത്സയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഏറ്റുമാനൂർ ഷൈനിയും 2 പെൺമക്കളും ആത്മഹത്യ ചെയ്തത് ഷൈനിയുടെ ഭർത്താവായ നോബി ലൂക്കോസിന്റെ പീഡനത്തെ തുടർന്നെന്ന് പോലീസ്. ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് നോബിയെ ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് നോബിയെ അറസ്റ്റ് ചെയ്തത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പും നോബി ഷൈനിയെ വിളിച്ചിരുന്നതായാണ് റിപ്പോർട്ട്. താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിനികളെ മഹാരാഷ്ട്രയിലെ ലോണാവാല സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തി. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്നു പെൺകുട്ടികൾ. റെയിൽവേ പോലീസാണ് ഇവരെ കണ്ടെത്തിയത്. കേരള പോലീസ് നേരത്തെ തന്നെ പെൺകുട്ടികളുടെ ഫോട്ടോ കൈമാറിയിരുന്നു. ഇതാണ് റെയിൽവേ പോലീസിനെ പെൺകുട്ടികളെ കണ്ടുപിടിക്കാൻ സഹായകമായത്. 12ാം ക്ലാസ് വിദ്യാർത്ഥിനി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. സ്വന്തം നാട്ടിലെ യുവാക്കൾ അപമാനിച്ചതിനെ തുടർന്നാണ് പെൺകുട്ടി ജീവനൊടുക്കിയത്. ഹരിയാനയിലാണ് സംഭവം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹരിയാനയിൽ യുദ്ധവിമാനം തകർന്നു. ഹരിയാനയിലെ അംബാലയ്ക്ക് സമീപമാണ് യുദ്ധവിമാനം തകർന്നത്. പൈലറ്റ് പാരഷൂട്ട് ഉപയോഗിച്ചു രക്ഷപ്പെട്ടു. സാങ്കേതിക തടസ്സമാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തുന്നത്. സുനിൽ ഛേത്രി ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തുന്നു. ഇന്ത്യയുടെ റെക്കോർഡ് ഗോൾ സ്കോററായ താരം വിരമിക്കൽ പിൻവലിച്ചാണ് തിരിച്ചെത്തുന്നത്. 2027 AFC ഏഷ്യൻ കപ്പ് പോരാട്ടത്തിന്റെ യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിൽ താരം കളിക്കും. ഈ മാസം 25-ന് ബംഗ്ലാദേശിനെതിരായ പോരാട്ടത്തിൽ ഇതിഹാസം തന്റെ 2ാം വരവിൽ കളിക്കാനിറങ്ങും. കഴിഞ്ഞ വർഷം ജൂണിലാണ് ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത്.